വയനാട് 2-3 ദിവസമായി നാം എല്ലാവരും ഉറ്റുനോക്കുന്നത് വയനാട്ടിലേക്കാണല്ലേ. ദിനം പ്രതി മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലച്ച സംഭവമായിരുന്നു വയനാട്ടിലെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈയിലും നടന്ന ഉരുൾപൊട്ടൽ. എന്താണ് ഉരുൾപൊട്ടൽ? മുണ്ടക്കൈ, ചൂരൽമല ഇവ മലയോര പ്രദേശങ്ങളാണ്. വലിയ മലകളുടെ ചരിവിലായാണ് ഈ പ്രദേശങ്ങളുള്ളത്. പ്രധാനമായും ഇത്തരം സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടൽ കാണാറുള്ളത്. നമ്മളിപ്പോ കണ്ടതുപോലെ തന്നെ തുടരെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് ജലം താഴ്ന്നിറങ്ങുന്നുണ്ട്. ഈ വെള്ളം ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ നമ്മുടെ ഭൂമിക്ക് താങ്ങാനാവുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറമാകുമ്പോഴത്തേക്കും ഈ വെള്ളം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും. മേൽഭാഗത്ത് നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന ഈ വെള്ളത്തില് ഒരുപാട് പാറകളും കല്ലും മണ്ണും ചെളിയും ഒക്കെ കൂടെ നിറഞ്ഞ് വളരെ വേഗത്തില് താഴ്ന്ന പ്രദേശത്തിലേക്ക് എത്തുന്നു. ഇതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. ഓരോ മണിക്കൂറിലും മരണസംഖ്യ വളരെയധികം കൂടിക്കൊണ്ടിരിക്കാം. നമുക്കൊന്നേ ചെയ്യാനാവും, ഒരുമിച്ച് നിന്ന് ഈ ദുരന്തത്തിനെതിരെ പോരാടാം. മഴക്കാലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്ക് സ്കൂളൊക്കെ അവധിയാണ്. അവധി തന്നിരിക്കുന്നത് ഒരു വേനൽക്കാല അവധിയല്ല. നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായി വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സുരക്ഷിതരായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവധി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. മഴക്കാലമാണ്, തോടും പുഴയും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ടാവും. വെള്ളം നമുക്ക് കാണുമ്പോൾ ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് പൊതുവേ ഉണ്ടാവും. അപ്പം വെള്ളത്തിലൊന്നും, പുഴയിലോ തോട്ടിലോ ഒന്നും പോയി ചാടാതിരിക്കുക. കാരണം വെള്ളം അതിവേഗത്തിലാണ് ഒഴുകുക. അപ്പൊ ആ ഒരു ഫോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരത്തും ഒക്കെ ആയിട്ട് വെള്ളക്കെട്ടുകൾ കാണാൻ കഴിയും. നിറയെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിലൊന്നും പോയി ചാടരുത്, അതിൽ കാലുകൾ കഴുകാതിരിക്കുക. കാരണം ഈ വെള്ളം എവിടെ നിന്നാ വന്നതൊന്നും നമുക്കറിയില്ല. അതിൽ ഒരുപാട് രോഗങ്ങൾ പകരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട് പരിസരത്തായി മരങ്ങൾ ഉണ്ടാവും. അപ്പൊ എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിക്കുക, ഈ മരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവ വീഴുന്നുണ്ടോ, നേരെയാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പോസ്റ്റ് ലൈൻസ്, നമ്മൾ പോസ്റ്റ് ലൈൻസ് എങ്ങനെയാണ്, അവിടെ എന്തെങ്കിലും നമ്മൾ സ്വാഭാവികമായി കാണുന്നതല്ലാത്ത പ്രശ്നങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ മക്കളുടെ കണ്ണിൽ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അധികൃതരെ അറിയിക്കുക. ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ നിർബന്ധമായും നമ്മൾ പാലിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേരൻസ് പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കുക, അവരെ അനുസരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പഠിക്കാനുള്ളത് പഠിക്കുക. കാരണം ക്ലാസ് ഒന്നുമില്ല എങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുക, സേഫായി വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പുവരുത്തുക.